നമസ്കാരം. ഇലക്ഷൻ നിരോധിച്ചതോ നോട്ട് നിരോധനം പോലെയുള്ള അതിബുദ്ധി ചാണക തലയിൽ വിരിയുന്ന ഐഡിയാസ് എന്തൊക്കെയുണ്ട് ഈ നടപ്പിലാക്കാൻ എന്തൊക്കെ കടമുണ്ട്? അങ്ങനെ വല്ലതും ആയിരുന്നു ആലോചിച്ച് നോക്കൂ. മുൻപ് ഏഷ്യാനെറ്റിലും മനോരമയിലൊക്കെ ഉണ്ടായിരുന്ന ജിമ്മി ജെയിംസ് എന്ന ഒരു മാധ്യമപ്രവർത്തകനാണ്. അയാൾ എത്തപ്പെട്ടിരിക്കുന്ന സ്ഥലം മീഡിയ വൺ എന്ന മുക്കാൽ വണ്ണിലാണ്. മുക്കാൽ വൺ എന്നുള്ള പേരിട്ട് കൊടുത്തത് ശ്രീത്ത് പണിക്കറ. അതിന് അദ്ദേഹം വിശദീകരണം കൊടുത്തിരുന്നു. അതിനാൽ നമുക്കും ധൈര്യമായിട്ട് തന്നെ മുക്കാൽ വൺ എന്ന് വിളിക്കാം. ആ മുക്കാൽ വണ്ണിൽ വന്നിരിക്കുമ്പോൾ അവിടുത്തെ പോളിസി അനുസരിച്ച് കുറയ്ക്കേണ്ട ബാധ്യത ജിമ്മി ജെയിംസിനുണ്ട്. അതാണ് കുറയ്ക്കുന്നത്. അല്ലെങ്കിലും ജിമ്മി എന്നുള്ള പേരാണ് എന്ന് ഓർക്കണം. അപ്പോൾ ആ കർത്തവ്യം അയാൾക്ക് ചെയ്തേ പറ്റൂ. ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയെ പറ്റിയാണ് ഇങ്ങനെയൊരു മോശം പരാമർശം അയാൾ നടത്തിയിരിക്കുന്നത്. ഞാൻ മുൻപൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ആരെയാണോ വിമർശിക്കാൻ ഭയം അവരായിരിക്കും നിങ്ങളുടെ അധികാരി, അവരുടെ അടിമകളായിരിക്കും നിങ്ങൾക്ക് ആരെയാണോ വിമർശിക്കാൻ ഭയം. ഇവിടെ നോക്കൂ, BJPയോ മോദിയോ വിമർശിക്കാൻ അയാൾക്കൊരു ഭയവുമില്ല, ഒരു പേടിയുമില്ല. വിമർശനത്തിന് ചില പരിധികളും അതിർത്തികളും അതിരുകളുമുണ്ട്. അതുമൊക്കെ കടന്നുകൊണ്ട് അയാളുടെ ഉള്ളിലുള്ള വിഷമാണ് അയാൾ അവിടെ ഛർദ്ദിച്ച് വെക്കുന്നത്. അയാൾക്ക് ഒരു പേടിയുമില്ല BJPയെ വിമർശിക്കാൻ അല്ലെങ്കിൽ മോദിയെ വിമർശിക്കാൻ. അയാൾക്കറിയാം അവരെ ഞങ്ങൾ വെറുതെ ഫാസിസ്റ്റുകൾ എന്ന് വിളിക്കുന്നതാണ്, അല്ലാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അവരൊന്നും ചെയ്യില്ല എന്ന ബോധ്യം അയാൾക്കുണ്ട്. എത്രയോ തവണ ഫാസിസം അല്ലെങ്കിൽ ഫാസിസ്റ്റ് എന്നുള്ള നരാധമൻ എന്നൊക്കെയുള്ള പേരുദോഷം കിട്ടിയ പാർട്ടിയാണ് BJPയും നരേന്ദ്രമോദിയൊക്കെ. പക്ഷേ ഇവരൊക്കെ ആരോപിക്കുന്ന ഈ സംഗതി 1% അവർക്കുണ്ടായിരുന്നു എങ്കിൽ ഇതിനകം ഈ പരാമർശം നടത്തിയ ജിമ്മി ജെയിംസ് എന്നവൻ്റെ കയ്യും കാലും ഒടിഞ്ഞ് ഏതെങ്കിലും ആശുപത്രിയുടെ ICUയിൽ കിടന്നേനെ. ഉണ്ടായോ? ഉണ്ടായില്ല. ഇവിടുത്തെ BJP പ്രസിഡന്റ് പോലും ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കുകയുണ്ടായില്ല. എന്നാൽ ഒന്ന് ഓർത്തു നോക്കുക, ഇവിടുത്തെ ഏതെങ്കിലും ക്രിസ്തീയ പുരോഹിതരോ അല്ലെങ്കിൽ കന്യാസ്ത്രീകളോ മറ്റേതെങ്കിലും സംസ്ഥാനത്തെ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം നടത്തി അറസ്റ്റിലായാൽ അവരെ രക്ഷിക്കാൻ വേണ്ടി ഓടിപ്പാഞ്ഞ് അവിടെ ചെല്ലും. പക്ഷേ അതേ കൂട്ടർ സ്വന്തം പ്രധാനമന്ത്രിയെ വളരെ മോശകരമായ രീതിയിൽ ഒരു പരാമർശം ഒരു മാധ്യമ പ്രവർത്തകൻ നടത്തിയിട്ടും അതിനെതിരെ പ്രതികരിക്കാൻ ഇവിടുത്തെ സംഘികളും ചില സോഷ്യൽ മീഡിയ ചാനലുകളും മാത്രമേ ഉണ്ടായുള്ളൂ. ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി പോലും, BJPയുടെ ഒരു നേതാവ് പോലും ഇത് ശരിയല്ല എന്ന് പറയാൻ പോലും ഉണ്ടായില്ല. പിന്നെ ഇതെന്ത് ഫാസിസ്റ്റ് പാർട്ടിയാണ്? നിങ്ങൾ വലിയ ഫാസിസം ഒന്നും കാണിക്കേണ്ട. 19 വയസ്സുള്ള ഒരു ചെറിയ കുട്ടി നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഏതോ ഒരു പോസ്റ്റിന് താഴെ സ്വർണ്ണക്കള്ളൻ എന്ന് എഴുതിയതിന് അയാളെ അറസ്റ്റ് ചെയ്തു കേരള പോലീസ്. ഇതൊക്കെയാണ് ഫാസിസം. നോക്കൂ, അങ്ങനെ ഒരു കമൻ്റ് ഇടാൻ പോലും അവർ സമ്മതിച്ചില്ല. ആ സ്ഥാനത്ത് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ ഈ ജിമ്മി ജെയിംസ് എന്ന ഈ പരമ പുന്നാര മോൻ വിശേഷിപ്പിച്ചത് എന്താണെന്ന് നോക്കൂ. ഇനി ഇയാളെപ്പറ്റി കുറച്ച് പറയാതെ ഇത് പൂർത്തിയാവില്ല. ഏഷ്യാനെറ്റിൽ തുടക്ക സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയായിരുന്നു അയാളുടെ പ്രകടനം. പിന്നീട് മദ്യമോ മറ്റെന്തൊക്കെയായിട്ട് കുറേ കാലം അയാൾ ഈ വെള്ളി വെളിച്ചത്തിലൊന്നും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ടെലിവിഷനിലൊന്നും ഇല്ലായിരുന്നു. ഏതോ അഡിക്ഷൻ സെൻറ്ററിലൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. ആ കൂട്ടത്തിൽ ഏഷ്യാനെറ്റിൽ തന്നെയുള്ള വിനു ജോൺ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് അവിടെ റൂമും കാര്യങ്ങളൊക്കെ, ഇവർക്ക് ഫ്ലാറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവരുടെ പത്രപ്രവർത്തക യൂണിയൻ്റെ ഈ KUWJ എന്നൊക്കെ പറഞ്ഞ ചില സംഗതിയുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ക്യാബിനും മറ്റുമൊക്കെ ഉണ്ട്. അതിനകത്ത് കുപ്പിയുമൊക്കെ വെച്ചിട്ടുണ്ട്. അവർക്ക് ഇടയ്ക്ക് ഈ മധുസേവയും മറ്റുമൊക്കെ ഉണ്ടെന്നാണ് അദ്ദേഹം ഒരിക്കൽ ആരോപിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ നടന്ന് കിളി പോയി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ കിടന്ന മനുഷ്യനാണ്. പിന്നീട് തിരിച്ചു വരാൻ ആരുടെയൊക്കെ കയ്യും കാലും പിടിച്ചു ആദ്യം റിപ്പോർട്ടർ ചാനലിൽ കയറി. അവിടെ ഏതാണ്ട് 6 മാസം തീരുന്നതിന് മുന്നേ അവിടുന്ന് ചാടി മധൂതി മുക്കാൽ വൺ ചാനലിൽ കയറിയിരിക്കുകയാണ്. നമുക്കറിയാം അവരുടെ കയ്യിൽ ബോംബില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബോംബും തോക്കുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനൊക്കെ മാധ്യമപ്രവർത്തനം ആയിരിക്കില്ല അവർ നടത്തുന്നത്, അതിലും വലിയ പൊട്ടിത്തെറിയായിരിക്കും അവർ നടത്തുന്നത്. അപ്പോൾ അവിടെ പോയാണ് ഈ ഞം അടിക്കുന്നത്. അപ്പോൾ അവരോട് കൂറ് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കുരച്ചേ മതിയാവൂ. അവൻ്റെ കോലം നോക്ക്, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തതാണ്. ഉള്ള വെള്ളമെല്ലാം അടിച്ചുള്ള മയക്കുമരുന്നൊക്കെ അടിച്ച് അഡിക്ഷൻ സെൻറ്ററിൽ കിടന്നിട്ട് അവിടുന്ന് തിരിച്ചു വന്ന് കയ്യും കാലും പിടിച്ച് വീണ്ടും മാധ്യമപ്രവർത്തനം നടത്തുന്നു. അവിടെ നിന്ന് മീഡിയ വണ്ണിൽ പോയി മധൂതി വണ്ണിൻ്റെ ഉപ്പും ചോറും തിന്നുമ്പോൾ അവരോട് നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിയെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും അയാൾ 2 കാലിൽ 2 കയ്യിൽ ഒരു കുഴപ്പവുമില്ലാതെ നടക്കുന്നു. എന്നിട്ടും BJP എന്ന പാർട്ടിക്കും മോദി എന്ന പ്രധാനമന്ത്രിക്കും സകല വഴിയും കിട്ടുന്നു. അവർ ഫാസിസ്റ്റാണ്, മോദി നരാധമനാണ്. എന്ത് മാങ്ങാത്തൊലിയാണ് ഇവർ ഇക്കാലം അത്രയും ഈ ഒരു ലേബലായിട്ട് BJPക്ക് അടിച്ചു കൊടുത്തിരിക്കുന്നത്. അവരിൽ 1% ഫാസിസം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ജിമ്മി എന്ന് പറയുന്ന ഈ സാധാരണ നായ്ക്കൾക്കൊക്കെയാണ് ടിപ്പു എന്നും ജിമ്മി എന്നൊക്കെ പേരിടുന്നത്. ഇയാൾ ഇതിന് ശേഷവും ഇങ്ങനെ മാധ്യമപ്രവർത്തനം നടത്തില്ല, 2 കാലിൽ നടക്കില്ലായിരുന്നു. അപ്പോൾ ഇനി തീർച്ചയായിട്ടും സുഡാപ്പിയോടാണെങ്കിലും ജിഹാദിയോടാണെങ്കിലും ഒരു കാര്യം തുറന്നു പറയാം. നിങ്ങൾ ഈ പറയുന്ന പോലെ BJP എന്ന പാർട്ടി ഫാസിസ്റ്റ് പാർട്ടിയൊന്നുമല്ല, മോദി നരാധമനുമല്ല. ആയിരുന്നുവെങ്കിൽ നിങ്ങളുടെ മധുതി വൺ ഇന്ന് അവിടെ കല്ലോട് കല്ല് കേട്ട് കാണത്ത് പോലുമില്ലായിരുന്നു. അവർക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി പോലും ഇന്ത്യയിൽ കിട്ടില്ലായിരുന്നു. ഇതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. അതിനർത്ഥം നിങ്ങൾ വെറുതെ ആരോപിക്കുകയാണ് BJP ഫാസിസ്റ്റാണെന്നും മോദി നരാധമനാണെന്നും. മോദിയെ BJPയെ വിമർശിക്കാൻ ഇവിടെ ജിമ്മിയെ പോലുള്ളവന് പോലും ഒരു പേടിയുമില്ല എന്ന് വരുന്നിടത്ത് അതേ ജിമ്മി പക്ഷേ ഇസ്ലാമിസ്റ്റുകളെ വിമർശിക്കില്ല. കാരണം അവരാണ് ഇപ്പോൾ അവൻ്റെ ഉടയോൻ.